ബീഹാറിലെ ബക്സറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നടന്ന വധശ്രമ ഗൂഢാലോചന രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. ഒരു കൊച്ചു ഗ്രാമത്തിലെ സൈബർ കഫേ ഉടമയിൽ നിന്നും അമേരിക്കൻ ചാരസംഘടനയായ CIA വരെ എത്തുന്ന ഈ ഗൂഢാലോചനയുടെ ചുരുളഴിയുമ്പോൾ പുറത്തുവരുന്നത് അതീവ ഗൗരവകരമായ വിവരങ്ങളാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സുരക്ഷ എന്നത് രാജ്യത്തിന്റെ പരമാധികാരവുമായി ബന്ധപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയെ വധിക്കാൻ 22 ദിവസത്തെ സമയപരിധി നിശ്ചയിച്ച് നീക്കങ്ങൾ നടത്തിയ ഒരു സംഘം പിടിയിലാകുമ്പോൾ അത് വെറും ഒരു പ്രാദേശിക കുറ്റകൃത്യമായി കാണാൻ സാധിക്കില്ല. ബീഹാറിലെ ബക്സർ ജില്ലയിലെ ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്നും ഉയർന്നു വന്ന ഈ ഭീഷണി ഡിജിറ്റൽ യുഗത്തിലെ സുരക്ഷാ വെല്ലുവിളികൾ എത്രത്തോളം സങ്കീർണമാണെന്ന് തെളിയിക്കുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരങ്ങൾ പ്രകാരം പ്രതികൾ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA നേരിട്ട് ബന്ധപ്പെട്ടതാണ് കേസിൽ നിർണായകമായത്. പ്രധാനമന്ത്രിയെ വധിക്കാനുള്ള പദ്ധതി തങ്ങളുടെ പക്കലുണ്ടെന്നും ഇത് നടപ്പിലാക്കാൻ തങ്ങൾക്ക് പ്രതിഫലം നൽകണമെന്നും ആവശ്യപ്പെട്ട് പ്രതികൾ സന്ദേശങ്ങൾ അയക്കുകയായിരുന്നു. വെറും 3 ആഴ്ചയ്ക്കുള്ളിൽ അതീവ സുരക്ഷാ വലയത്തിലുള്ള പ്രധാനമന്ത്രിയെ വധിക്കാൻ സാധിക്കുമെന്നതായിരുന്നു ഇവരുടെ അവകാശവാദം. ഈ കൃത്യം ചെയ്യുന്നതിനായി വൻതുക പ്രതിഫലമായി അവർ ആവശ്യപ്പെട്ടു. ഒരു വാടക കൊലയാളി സംഘത്തിന്റെ രീതിയിലാണ് ഇവർ വിദേശ ഏജൻസികളുമായി ആശയവിനിമയം നടത്തിയത്. ഈ ഗൂഢാലോചനയുടെ സൂത്രധാരൻ ബക്സർ സ്വദേശിയായ അമൻ കുമാർ ആണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. പുറമേക്ക് ഒരു സാധാരണ ഗ്രാമീണ യുവാവായി തോന്നിപ്പിക്കുമെങ്കിലും അമന്റെ ഡിജിറ്റൽ ജീവിതം അതീവ ദുരൂഹമായിരുന്നു. അമൻ കുമാർ ഒരു സൈബർ കഫേ നടത്തിയിരുന്ന ആളാണ്. ഇന്റർനെറ്റിലും ഹാക്കിങ്ങിലും ഇയാൾക്കുള്ള അറിവ് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചുവെന്നാണ് പോലീസ് കരുതുന്നത്. 2022-ൽ കൊൽക്കത്ത അന്താരാഷ്ട്ര വിമാനത്താവളം തകർക്കുമെന്നും അവിടുത്തെ കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ ഹാക്ക് ചെയ്യുമെന്നും ഭീഷണിപ്പെടുത്തിയ കേസിൽ അമൻ കുമാർ നേരത്തെ അറസ്റ്റിലായിട്ടുണ്ട്.